ഇത് അതിവിസ്തൃതമായൊരു ഉദ്യാനമാണ്. അതിൽ കുറേ നേരം അതിനകത്തോട് നടക്കുമ്പോൾ പല വിചിത്രമായ കാഴ്ചകളുണ്ട്. മിട്ടുമിട്ടുക്കന്മാരായ കുതിരകളുമായിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട്, കുതിര വണ്ടികളുണ്ട്. ഈ കുതിരപ്പുറത്ത് നമുക്ക് സവാരി നടത്താം. ഈ കുതിരക്കാരന്മാരുടെ വേഷം കൗതുകകരമാണ്, രസകരമാണ്. അതായത് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെയൊക്കെ വേഷം കണ്ടിട്ടില്ലേ, യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്ന നെപ്പോളിയൻ്റെ വേഷം. ഇതേ വേഷത്തിലാണ് ഈ കുതിരക്കാർ നടക്കുന്നതിലൂടെ. അപ്പോൾ ഓരോ നെപ്പോളിയൻ ആണെന്നേ തോന്നുള്ളൂ കണ്ടാൽ, അല്ലെങ്കിൽ നെപ്പോളിയൻ്റെ അപരൻ നടക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇവരുടെ വൃത്തിയുള്ള വസ്ത്രം, ആ പ്രൗഢമായ വസ്ത്രം, നമ്മുടെ ബോംബെയിലൊക്കെ ഈ കുതിരവണ്ടിയായിട്ട് നടക്കുന്നവരുടെ ആ ദാരിദ്ര്യം പിടിച്ച ഒരു രൂപവും ഭാവവും മുഖഭാവങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയല്ല. ഇവൻ നെപ്പോളിയൻ നിൽക്കുന്നവരെ നിൽക്കുന്നത്, ഇവൻ കുതിരക്കാരനാണെന്നുള്ള ഭാവത്തിലല്ല, ഇവനൊരു രാഷ്ട്രതന്ത്രജ്ഞൻ നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പടത്തലവൻ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കയറാം. അതിൻ്റെ പൈസയൊക്കെ അവൻ നല്ല ഗൗരവത്തിൽ പറയും. അവനും കൂടെ വരും. അവൻ ഈ കുതിരവണ്ടിയെ തെളിക്കുന്നവരുണ്ട്, ആ കൂടെ കുതിരയെ തന്നെ കൊണ്ടു നടക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാഴ്ചകളും ചിത്രീകരിച്ച് വീണ്ടും ഞാൻ നടന്ന് ഈ മാപ്പ് നോക്കി നടക്കുകയാണ്. നടന്ന് ഒരു ചൈനീസ് ടൗണിൻ്റെ ഒരു പരിസരത്തേക്ക് എത്തുന്നു. ആ പ്രദേശം മുഴുവൻ ചൈന ടൗണാണ്. അതായത് ചൈനീസ് വംശജർ ഈ മെക്സിക്കോയിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കുടിയേറിയെത്തി. അവർ ഒരു പ്രത്യേക പ്രദേശത്തെ താമസിക്കുക ഒന്നിച്ച്. ഈ ഒന്നിച്ച് താമസിക്കുന്ന പ്രദേശം മൊത്തം ലോകത്തെ എല്ലാ രാജ്യത്തും ഉണ്ടാവും മിക്കവാറും ഒരു ചൈന ടൗണ്. ഇന്ത്യയിൽ മാത്രമാണ്